ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വാഹന നിർമ്മാണ കമ്പനി 1959 ആരംഭിക്കുന്നത്. പിന്നീട് 2001 BMW എന്ന് പറയുന്ന ഭീമന്മാരായ നിർമ്മാണ കമ്പനി ഏറ്റെടുക്കുകയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. പക്ഷേ 1959 ആരംഭിച്ച ആ ചില മോഡലുകൾ ഇന്നും നമ്മളുടെയൊക്കെ മനസ്സിലൊരു റെട്രോ ഫീലോട് കൂടി നിറഞ്ഞു നിൽക്കുന്ന ചില മോഡലുകളാണ് എന്ന് പറയാം. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മിനി എന്ന് പറയുന്ന കുഞ്ഞൻ നിർമ്മാണ കമ്പനിയെക്കുറിച്ചാണ്. പക്ഷേ ഇപ്പം ഞാനുള്ളത് അതിൻ്റെ തന്നെ BMW എഡിഷൻ മിനി കൂപ്പർ കൺട്രിമാൻ സി എന്ന് പറയുന്ന മോഡലാണ്. ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതലധികം നിർമ്മിക്കപ്പെട്ട ഒരു മോഡലാണ് ഈ കാണുന്നത് എന്ന് പറയാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിനി കൂപ്പർ കൺട്രിമാൻ സിയുടെ വിശേഷങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മിനി കൂപ്പർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിലേക്ക് വരിക ഒരു പക്ഷേ മിസ്റ്റർ ബീൻ്റെ വണ്ടിയായിരിക്കും അല്ലേ? ശരിക്കും അത് ഓസ്റ്റിൻ മിനിയാണ്. അതാണ് ഒരു കാലത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയാം. പക്ഷേ 2001 BMW എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മിനി അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇതൊരു വലിയ വണ്ടിയാണ്. ശരിക്കും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മിനി കൂപ്പർ. പക്ഷേ മിനിമലിസം എന്നുള്ള കാര്യത്തിൽ മിനി ഓക്കെയാണ്. പക്ഷേ ചെറിയ വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോയി എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 4447 മില്ലിമീറ്ററാണ്. അതായത് 4 മീറ്റർ സെഗ്മെൻറ്റിനും മുകളിലുള്ള ഒരു വാഹനമാണ്. 4.5 മീറ്റർ അല്ലേ? ആ ഒരു രൂപഭംഗിയിലാണ് വന്നേക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഹയർ റൂഫുള്ള വാഹനം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. അതായത് Audi Q3 GLA ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ കോമ്പറ്റേറ്റേഴ്സ്. അതിൽ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഉയരം കൂടിയ വാഹനമാണ് എന്നതാണ്. സോ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് വരുന്ന സമയത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഒന്നാമത് ബോണറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹയർ ബോണറ്റ് ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിനി ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു SUV ആയിട്ടാണ്. സോ ആ ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. 4447 മില്ലിമീറ്റർ ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ഉയർന്ന റൂഫ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും സ്റ്റിൽ നമ്മളെ മനസ്സിൽ ഇതൊരു കുഞ്ഞൻ വാഹനമാണ് എന്നുള്ളത് അത് ആ ഒരു എൻജിനീയറിംഗ് ലെഗസി അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇവിടെ നമുക്ക് മിനീൻ്റെ ലോഗോ യൂണിറ്റ് കാണാം. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഗ്രിൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അഡാസ് ലെവൽ 1+ എന്ന് പറയുന്ന ലെവലിലാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് കാണാം. 360 ഡിഗ്രി ക്യാമറ വ്യൂ വന്നിട്ടുണ്ട്. ഇൻബിൽട്ട് ആയിട്ട് തന്നെ കൊടുത്തേക്കണം. നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓഫറിലൊക്കെ വാങ്ങണമായിരുന്നു. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഒരു സിങ്ക് കളേർഡ് ലൈൻസ് ആണ് വന്നേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു ഗ്രീൻ പാറ്റേണിലേക്ക് വരുന്ന സമയത്ത്. ദാറ്റ് ഈസ് വെരി നൈസ്. സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ള റൗണ്ട് പാറ്റേൺ ഹെഡ്ലാമ്പ് യൂണിറ്റ് എല്ലാ കൺട്രിമാൻ സിക്കകത്ത് കൊടുത്തേക്കുന്നത്. ഇതൊരു ഡയഗണൽ ഷേപ്പ് അല്ലെങ്കിൽ പഞ്ചഭുജം എന്നൊക്കെ പറയാമല്ലോ, ആ ഒരു പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ DRL ഇവിടെയും മാത്രമല്ലേ കത്തുന്നത്. ഇതും 3 വേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പല പാറ്റേൺ ആയിട്ട് കൊണ്ടുവരാം. അതിനകത്ത് മിനി എന്ന് പറയുന്നതും കാര്യങ്ങളൊക്കെ കാണാം. ഫോഗ് ലാമ്പ് അതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സെപ്പറേറ്റ് ഒരു ഫോഗ് ലാമ്പ് സ്ലോട്ട് നമുക്ക് കാണാനില്ല എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ എലമെൻറ്റ് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. ഒരു പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ആ ഒരു സിങ്കിൻ്റെ കണ്ടിന്യൂഷനും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇവിടെയും നമുക്കൊരു ഗ്രിൽ പാറ്റേണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു SUV ഉണ്ട്. ദാറ്റ് ഐ എഗ്രി. ബട്ട് ഒരു മിനി എലമെൻറ്റുകളുണ്ട്. പക്ഷേ ആ ഒരു റൗണ്ട് ഗ്രില്ലും അതുപോലെ തന്നെ റൗണ്ട് ഹെഡ്ലാമ്പും ഒക്കെയാണ് ഒരു കാലത്ത് മിനിനെ ട്രെൻഡാക്കിയത്. ആ സാധനം മാറിയിട്ട് ഇതിനൊരു ഡിഫറെൻറ്റ് ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഇനി നമ്മൾ സൈഡിലേക്ക് വരികയാണ്. ലെങ്ത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി സംസാരിച്ചു. മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ എലമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഇൻഡിക്കേറ്റർ ആക്ച്വലി കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു ചെറിയ കുനിപ്പ് കാണാം. ചെറിയൊരു ഇൻഡിക്കേറ്റർ ഒരു സംഭവം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഡോർ ഹാൻഡിൽസ് ഒക്കെ നോക്കിയാൽ വെരി നൈസ്. ഈസി ടു യൂസ് ആണ്. റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബോഡി കളേർഡ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ആണ്. റൂഫിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലാക്കിഷ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ ക്വാർട്ടർ ഗ്ലാസ് ഏരിയ കാണാം. പക്ഷേ ഈ ഒരു എലമെൻറ്റ് ശരിക്കും ക്വാർട്ടർ ഗ്ലാസ് വ്യൂ കാര്യങ്ങളൊന്നുമില്ല, 3rd റോ സീറ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു എലമെൻറ്റൊക്കെ കാണാം. ഭംഗിയുണ്ട് കാണാൻ. 3rd റോനെ കുറച്ചും കൂടി രസാക്കും. ഇവിടെ ഒരു സീറ്റിൻ്റെ ചിത്രമൊക്കെ കാണാം. എനിവേ അത് പോട്ടെ. താഴേക്ക് വരാം. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ 19 ഇഞ്ച് വീലുകളാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു അലോയ് പാറ്റേണൊക്കെ നല്ല രസമുണ്ട്. അതുപോലെ നോക്കിയാൽ ഈ ഒരു ക്ലാഡിങ്ങിനകത്തൊക്കെ ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അതുപോലെ തന്നെ സൈഡ് ഇതൊക്കെ ആ ഒരു സിങ്ക് കളറൊക്കെ കൊടുത്ത് കുറച്ചും കൂടി പ്രീമിയം ടച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റൂഫിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു റൂഫ് റെയിൽ എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പിറകുവശത്തേക്ക് വരുമ്പോഴേ ഈ ഒരു സ്ലോപ്പിംഗ് സ്റ്റൈൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് കുറച്ചും കൂടി താഴ്ന്നു നിൽക്കുന്ന പോലെ തോന്നും. ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലേഴ്സ് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. വൈപ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡിഫോഗർ ലൈൻസ് കാര്യങ്ങളൊക്കെ കാണാം. മിനിൻ്റെ ലോഗോ കൺട്രിമാൻ എന്ന് പറയുന്ന ലെറ്ററിങ്, അതുപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് വന്നാൽ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റിൽ വന്നിട്ടുള്ള ബമ്പർ യൂണിറ്റ് കാണാം. ഇനി ഇവിടെ ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇത് ആക്ച്വലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. 3 വേ
യൂണിയൻ ജാക്ക് ആ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏതൊക്കെ ലൈറ്റ് ഏതൊക്കെ കോമ്പിനേഷനിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇനി 360 ഡിഗ്രി ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് ടെയിൽ ഗേറ്റ് ഈ വാഹനത്തിനകത്തുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. അതുപോലെ തന്നെ 505 ലിറ്റർ ബോട്ട് കപ്പാസിറ്റിയും ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പോൾ ഒരു ഫാമിലി എന്നുള്ളൊരു ഓറിയൻറ്റിൽ സംസാരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊള്ളും. 505 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പല വണ്ടിനേക്കാളും വലിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സോ ദാറ്റ് ഈസ് വെരി നൈസ്. അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു സ്പേസ് സേവർ സ്പെയർ വീൽ കാണാം. 17 ഇഞ്ചാണ്, മറ്റേ 19 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായത്. നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ, അത് മെറ്റീരിയൽസ് ഒക്കെ വെരി നൈസ്. അതുപോലെ തന്നെ ഈ ബട്ടണില്ലേ, ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു BMW ഇരുന്നോ എടുത്തേക്കിനാണ്. പക്ഷെ ഓക്കെയാണ്, പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഡിസൈൻ മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. താഴ്ഭാഗം ഇങ്ങനെ ശരിക്കും ഹൈറ്റ് നോക്കിയാൽ നൈസ്, താഴേക്ക് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുണ്ട്. കൊള്ളാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണ്. ഇൻറ്റീരിയർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മിനിമലിസ്റ്റിക് ആ ഒരു സംഭവം അതുപോലെ കീപ്പ് ചെയ്തൊരു ഇൻറ്റീരിയറാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര എലഗൻ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിനിൻ്റെ ഇൻറ്റീരിയർ, അതെടുത്ത് പറയേണ്ടതാണ്. കാരണം അതിന് മാത്രമുള്ള ഗംഭീര എലമെൻറ്റുകളുണ്ട്. സീറ്റിലേക്ക് വരാം. ആദ്യം തന്നെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മസാജിങ് ഫംഗ്ഷനോട് കൂടി വന്നിട്ടുള്ള ഒരു റെട്രോ കോഫി തീംഡ് സീറ്റാണ് എന്ന് പറയേണ്ടി വരും. നമുക്ക് മെമ്മറി ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിക്കും വെൻറ്റിലേഷൻ്റെ ആ ഒരു ഏരിയ ഒക്കെ നല്ല ഭംഗിയുണ്ട്. മിനി എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അല്ല, സീറ്റിനകത്ത് തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ നോക്കിയാൽ ശരിക്കും ഇതൊരു ഗോകാർട്ട് എക്സ്പീരിയൻസ് എന്ന് എപ്പോഴും ഒരു വിശേഷിപ്പിക്കാറുണ്ട്. സോ അങ്ങനെ നമ്മൾ പെർഫോമൻസിലൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും നമ്മളെ ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടോ. സൈഡിലേക്ക് നമ്മളിങ്ങനെ മൂവ് ആവുന്ന സമയത്ത് ഇവിടെ തടഞ്ഞു നിർത്താൻ ഇത് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും. വാവ്, ചങ്കി ഭംഗിയായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഭയങ്കര കട്ടിയും ഘനമുള്ള എന്ന് പറയില്ലേ, ആ ഒരു പാറ്റേൺ ഞാൻ ഇവിടെ പിടിക്കാനൊക്കെ നോക്കിയാൽ വാവ് വെരി നൈസ്. നമുക്ക് കൈ വെക്കാനൊക്കെ ഭയങ്കര നൈസ്, ഭയങ്കര ബോൾഡാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏത് ഇതിലും വാവ് നൈസ്. സ്റ്റിയറിംഗ് മൗണ്ടിയുടെ കൺട്രോൾസ് കാണാം. ഇവിടെ നോക്കിയാൽ അത് ശരിക്കും 3 സ്പോക്ക് പോലെ ഇവിടെ നമുക്കൊരു ബെൽറ്റാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഡാഷ് ബോർഡിനകത്ത് നോക്കിയാൽ ഈ ഒരു മെറ്റീരിയൽ ഇത് ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. വെരി നൈസ്. ഞാൻ മിനിനകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്കൊരു ആംബിയൻ ലൈറ്റിങ്ങും കാണും. കത്ത് നോക്കി കണ്ട, ചോപ്പ് കത്ത് കണ്ട, അത് ശരിക്കും ഒരു ആംബിയൻ ലൈറ്റാണ്. അത് രാത്രി നല്ല രസമുണ്ടാവും. ഇവിടെ ഇങ്ങനെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതിനകത്ത് ഈ AC വെൻ്റൊക്കെ നോക്കിയാൽ അതിങ്ങോട്ട് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ മാറും. നോക്കിയാൽ വാവ്, സീറ്റ് പോലെ ആക്കുന്നു. ബാക്കിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ കുറച്ചും കൂടി ഈ ഒരു സീറ്റ് കളർ തീമിലേക്ക് ഇത് മാറും. ഇൻറ്റീരിയർ നല്ല രീതിയിൽ വ്യത്യാസപ്പെട്ട് നിൽക്കും എന്നുള്ളതാണ്. വെരി നൈസ്, വെരി നൈസ്. ഇനി ഡോർ സൈഡിലേക്ക് വരാം. ഇതാണ് ഡോർ ഹാൻഡിൽ. ആ ഒരു സിങ് പാറ്റേണിലാണ് അത് ക്രമീകരിച്ചുള്ളത്. ഹർമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം നമുക്കിവിടെ കാണാം. 12 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ നോക്കിയാൽ ഇത് ഒരു സെഡാനാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ അല്ല, ഇത് തന്നെയാണ് ബാക്കിലും കൊടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ആക്ച്വലി ഇതൊരു ലെതർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെതർ പോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ കൺട്രോൾസും കാര്യങ്ങളും അതുപോലെ തന്നെ ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. നൈസ്. ഇതൊക്കെ നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുണ്ട് ഈ മെറ്റീരിയൽ. ഇതിൻ്റെ ആ ഒരു ഹാൻഡ് വർക്കിംഗ് ഭയങ്കര എലഗൻ്റായി തോന്നി എനിക്ക്. അടിപൊളി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് പാനോരമിക് സൺറൂഫ് അത് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. വെരി നൈസ്. വലിയ സൺറൂഫ് ആട്ടോ. ബാക്കിലിരിക്കുമ്പോൾ ഏതുവരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വരാം. ഈ ബട്ടണും കാര്യങ്ങളൊക്കെ ആ ഒരു ജെറ്റ് ഇൻസ്പിരേഷൻ പോലെ നല്ല രസമുണ്ട്. ടോഗിൾ സ്വിച്ചസ് പോലെയാണ് ഉണ്ടോ. ഇങ്ങനെ ഗിയർ, ഇതാണ് ട്രാൻസ്മിഷൻ്റെ ഇത്. ഇവിടെ ഉണ്ടോ RNP, അത് നമുക്കിവിടെ കാണാം. ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, 360 ഡിഗ്രി ക്യാമറവിൻ്റെ ബട്ടണൊക്കെ കാണാം. താഴെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആ ഒരു മെറ്റീരിയൽ കാണാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, കപ്പ് ഹോൾഡർ, അതുപോലെ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് ആക്സസറീസ് വന്നിട്ടുണ്ട്. അതിനകത്ത് മിനി എന്ന് പറയുന്ന ലെറ്ററിങ്, ഇവിടെയും സ്റ്റോറേജ്. ഹാൻഡ് റെസ്റ്റ് ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കും വേണമെങ്കിൽ ബ്രൗൺ കളർ ആക്കായിരുന്നല്ലേ. ഇത് തുറക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. ഇവിടെ നമുക്ക് C-ടൈപ്പ് ചാർജിങ് പോർട്ടും 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് മിനിൻ്റെ കീ വരുന്നത്. സാധാരണ ഗതിയിൽ നമുക്കൊരു റൗണ്ട് കീ ആണ് വരില്ല. അതെവിടെയെന്ന് വെച്ചാൽ അതൊക്കെ പോയി എന്ന് പറയേണ്ടി വരും. കാരണം അത് കുറച്ചും കൂടി വലിയൊരു കീ എന്നുള്ള രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സ്പേസും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. നല്ല കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. നല്ല ഹെഡ് റൂം ഉണ്ട്. 6 ഫീറ്റ് ആയിട്ടുള്ള എനിക്കും ധാരാളം ഹെഡ് റൂം ഉണ്ട്. സോ വലിയ വണ്ടിയാണ് ഇൻസൈഡ് നോക്കുന്ന സമയത്ത്. പുറത്ത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റിൽ അതൊരു ചെറിയ വണ്ടിയായിട്ട് തോന്നും. ഡാഷ്ബോർഡിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ആദ്യം നമ്മളെ കണ്ണിലേക്ക് കൊടുക്കുക ഈ ഒരു സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന വൃത്താകൃതിയിലുള്ള ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മിനിക്കകത്ത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇല്ല. കേട്ടോ,
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണില്ല, എല്ലാം ഇതിനകത്താണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സ്പീഡോമീറ്റർ, RPM മീറ്റർ എല്ലാം. ഇത് ആക്ച്വലി ഗോ കാർട്ട് മോഡാണ്. ഡ്രൈവ് എക്സ്പീരിയൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവും ഓരോന്നും നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഗ്രീൻ, പേഴ്സണൽ, വിവിഡ്, ടൈംലെസ്, ബാലൻസ്, ട്രയൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ നല്ല രസമില്ല ഈ തീം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യും. ഇനി ഇതിനകത്തൊരു ഇൻറ്റീരിയർ ക്യാമറയുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എടാ നമ്മളെല്ലാവരും ഇതിനകത്ത് കാണാൻ പറ്റും. ചിരിച്ചാൽ ഫോട്ടോ എടുക്കും. ഞാൻ ചിരിക്കട്ടെ, എടുക്കത്തില്ല, എടുക്കട, എടുത്ത് കണ്ട. യെസ്, അങ്ങനെ ഒരു സെറ്റപ്പ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിതുവരെ എടുത്ത ഫോട്ടോ ഒക്കെ ഇവിടെ ഇട്ട് ഞങ്ങൾ പലപ്പോഴായിട്ട് ട്രൈ ചെയ്തായിരുന്നു. ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലേ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴാണ് ഫോൺ യൂസ് ചെയ്യാൻ കണ്ടിട്ട് ഇവിടെ അവിടെ അങ്ങനെ സാമ്പിൾ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാം. ഇനി ഇതിനകത്ത് കണ്ടില്ല, ഇപ്പോൾ മൈലേജ് കാണിക്കുന്നത്. ഇതിപ്പോൾ നോക്കേണ്ടത് നിർത്തിയിട്ടതാണ്, പക്ഷേ ഇതിനകത്ത് കാണിക്കുന്ന വണ്ടി ഉണ്ടോ നോക്കിയാൽ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റും. നൈസ്, റൂഫൊക്കെ കണ്ട, വെരി നൈസ്. തൊട്ടാൽ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ഇത് രസമുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് ബോഡി കളേർഡാണ്. വീല് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ചേരം അങ്ങനെ വെച്ചാൽ ഓട്ടോമാറ്റിക് അവിടെ നോക്കും. വെരി നൈസ്, എനിക്കിഷ്ടമായി അത്, നല്ല സാധനം. ഓക്കെ, അങ്ങനെ പല പല പരിപാടികളും ഈ സ്ക്രീനകത്തുണ്ട്. വെതർ കാണിക്കുന്നുണ്ട്, മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. സ്പൈക്ക്, മ്യൂസിക്, മാപ്പ്, ഭയങ്കര ടച്ച് റെസ്പോൺസീവ് ആണ്. അത് മാത്രമല്ല ഇത് വരുന്ന ആനിമേഷനൊക്കെ കാണാൻ നല്ല രസം. അതുപോലെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അതിനകത്താണ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോള്, സീറ്റിൻ്റെ കൺട്രോള്, മസാജിങ് ഫംഗ്ഷൻ, അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ ഇതിനകത്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ആക്ച്വലി ഇതാണ് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് സ്പീഡോമീറ്ററും മാപ്പ് അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ കാണിക്കും. ഈവൺ ഓട്ടോ പാർക്കിൻ്റെ സിസ്റ്റം ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. വെരി നൈസ്, വെരി നൈസ്. ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. അതുപോലെ തന്നെ ഇതാണ് ആ ക്യാമറ. നേരത്തെ നമ്മൾ സെൽഫി എടുത്തില്ലേ, ആ ഒരു ക്യാമറ യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് സെക്കൻഡ് റോയിലാണ്. ഇവിടെ ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ ആണ്. ഇത് ആക്ച്വലി എൻ്റെ സീറ്റിംഗ് പൊസിഷനേക്കാൾ കുറച്ചുകൂടി ബാക്കിലാണ്. എന്നിട്ട് പോലും എനിക്ക് ഇവിടെ ഒരു 5 വിരലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. സോ എല്ലാവർക്കും കംഫർട്ടബിളി ഇരിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് റോ സീറ്റ് എന്ന് പറയാം. ഹെഡ് റൂം നോക്കിയാൽ 5 വിരലിൽ കൂടുതൽ എനിക്ക് ഹെഡ് റൂമിലും ഗ്യാപ്പ് ഉണ്ട്. ഞാനൊരു 6 അടി ഉയരക്കാരനാണ്. സോ എന്നെ പോലെയുള്ള ആൾക്കാർക്ക്, നീളമുള്ള നല്ല തടിയുള്ള എല്ലാവർക്കും വെരി കംഫർട്ടബിളി ഈ വാഹനത്തിനകത്ത് ഇരിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനി ആണെങ്കിലും സ്പേസിൻ്റെ കാര്യത്തിൽ മിനി അല്ല. സ്പേസിൻ്റെ കാര്യത്തിൽ ഇതൊരു വലിയ വണ്ടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമാത്രം സ്പേഷ്യസ് ആണ് ഈ വാഹനം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാണാം. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. വെരി നൈസ്, ലെതറിൻ്റെ ആണ് വരുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ഈ സീറ്റിൻ്റെ ബാക്ക് ഭാഗം നോക്കിയാൽ ഒരു പ്ലാസ്റ്റിക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സി ടൈപ്പ് ചാർജിങ് പോർട്ട്, AC വെൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊസിഷൻ ഇത് വെച്ചിട്ട് നമുക്ക് ഓൺ ഓഫ് ഉണ്ട്, പക്ഷേ പൊസിഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഏറെക്കുറെ ഫ്ലാറ്റ് തന്നെയാണ്. ഇവിടെ ഒരു സെൻട്രൽ ടണലിൻ്റെ ഭാഗം മാത്രമാണ് ചെറുതായിട്ട് ഒരു തടസ്സമുള്ളത്. പക്ഷേ എന്തിനെന്ന് കഴിഞ്ഞാൽ 3 ആളുകൾക്കൊക്കെ വിശാലമായിട്ട് നെഞ്ഞ് വിരിച്ച് തന്നെ ഇരിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ സെക്കൻഡ് റോ സീറ്റിനകത്തുണ്ട്. അടിപൊളി. മിനിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു പടി മുകളിൽ തന്നെ സെക്കൻഡ് റോ സീറ്റിനെ കുറിച്ച് പറയാം. തൈ സപ്പോർട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇതൊരു ഫ്ലാറ്റ് ടൈപ്പ് ഓഫ് സീറ്റാണ്. ഇവിടെ ഒരു കുറച്ച് കട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരുന്നു. 6 അടിക്കാരന് കിടാം, ബാക്കി എല്ലാവർക്കും ഇത് ഓക്കെ ആയിരിക്കും. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ആ ഒരു കളർ മാറണമെന്ന് പറയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയിട്ട് ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഈ സീറ്റും എല്ലാം ആ ഒരു കളറിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നൈസ്. ഇനി ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ കൺട്രിമാൻ ഇലക്ട്രിക് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു പെട്രോൾ എഞ്ചിനാണ്. ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 3 സിലിണ്ടറാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും അല്ലേ. ഓക്കെ, മിനി എന്ന് പറയുന്ന ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ കാണാം. 156 PS പവറാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക. 240 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ഒരു 7 സ്പീഡ് DCT ആണ് ഈ വാഹനത്തിന് പവർ തന്നുകൊണ്ടിരിക്കുന്നത്. അത് മീൻസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ കാര്യം 0 to 100 9 സെക്കൻഡ് കൊണ്ട് അച്ചീവ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. സോ ഇതാണ് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഹൈഡ്രോളിക് സ്റ്റെട്ടും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭയങ്കര സൈലൻറ്റ് ക്യാബിനാണ് കേട്ടോ. ക്ലോസ് ചെയ്തപ്പോൾ ഒന്നും പുറത്തേക്ക് ആക്ച്വലി കേൾക്കുന്നില്ല. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചാൽ എന്താണ് ഗുണം എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതിന് പ്രൈസ് കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറുപടി. 47.5 ലക്ഷം രൂപയ്ക്ക് നിലവിൽ നമുക്ക് മിനി കൺട്രിമാൻ C അവൈലബിൾ ആണ്. സോ ഈ വാഹനം നമ്മൾ എടുത്തേക്കുന്നത് EVM ഗ്രൂപ്പിൽ നിന്ന് മിനിയിൽ നിന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം. അവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ വണ്ടി എടുത്തു എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം. കേരളത്തിൽ അവർ മാത്രമാണ് നിലവിൽ ഈ മിനി വാഹനങ്ങൾ സെല് ചെയ്യുന്നത്. സോ വിശ്വാസപൂർവമായൊരു ഗ്രൂപ്പാണ്. ഒരുപാട് കാലമായിട്ട് വാഹനം ഇവിടെയുള്ളവരാണ്. സോ എന്നാലും ഇതാണ് ഏറ്റവും പുതിയ മിനി കൺട്രിമാൻ C
അതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളെ കുറിച്ച് സംസാരിച്ചു, വണ്ടീനെ കുറിച്ച് നമ്മൾ മൊത്തം ഒന്ന് കാണിച്ചു, പ്രൈസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മളെ കൺട്രിമൻ സീനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അടുത്തേക്കാണ്. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇതൊരു ചെറിയ വണ്ടിയാണെന്നുള്ളൊരു ഫീൽ ഉണ്ട്. ആക്ച്വലി ഇത് ചെറിയ വണ്ടിയൊന്നുമല്ല, വലിയ വണ്ടിയാണ്. പക്ഷേ ആ ഒരു ഫീല് ശരിക്കും നമ്മുടെ ഡ്രൈവിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. 2-3 ഫാക്ടറുണ്ട്. അപ്പോൾ ഒന്ന്, ബോണറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ബോണറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇത് നല്ല വലിപ്പമുണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു കർവ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബോണറ്റ് എന്നുള്ളൊരു പാറ്റേൺ നമുക്ക് കിട്ടേണ്ട മനസ്സിൽ. പിന്നെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഇതൊരു മിനിയാണ്, അതുകൊണ്ട് ചെറുതാണെന്നുള്ള, അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സിറ്റി ട്രാഫിക്കിനിടയിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് എന്നുള്ളതാണ്. അത് കുറച്ച് ദിവസം നമ്മളെ മൈൻഡിലേക്ക് ആ ഒരു ലെങ്ത്തൊക്കെ വരുമെങ്കിലും നമ്മളുടെ ആ ഒരു, ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ധാരണ ഉണ്ടല്ലോ. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റി ട്രാഫിക്കിനിടയിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. സോ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടി പോലെ നമുക്കിതിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പെർഫോമൻസ് അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ് വണ്ടി. ഞാനിപ്പോൾ ഒരു ട്രാഫിക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ചും കൂടി പറയാം. സോ ഞാൻ ഈ ട്രാഫിക് കഴിഞ്ഞാൽ ഉണ്ടാകും വണ്ടി പോയി നോക്കിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ഓഫ് ത്രോട്ടിലിനകത്ത് തന്നെ നമുക്ക് വലിയ എമൗണ്ട് ഓഫ് റെസ്പോൺസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ആ ഹാർഡ് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് റവിങ് നോയ്സ് ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളൊരു ജെൻറ്റിൽ ത്രോട്ടിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൈലൻറ്റ് ക്യാബിൻ, ആ ഒരു പ്രീമിയം ഫീലൊക്കെ ആസ്വദിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെഡ് അപ്പ് ഡിസ്പ്ലേക്കകത്ത് ശരിക്കും ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. മീൻസ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട സ്പീഡോമീറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വാർണിങ്സ് ഒന്നുമില്ല, അതൊക്കെ ഇതിനകത്താണ് വരുന്നത്. സോ നമ്മൾ മോസ്റ്റ്ലി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്പീഡോമീറ്ററിനാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഇനി മേജറായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇതിനകത്ത് വരുമെന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഇപ്പം ഒന്നും ലൈറ്റ്സ് ഒന്നുമില്ല, പുതിയ വണ്ടി ആയതുകൊണ്ട്. സോ അതിൻ്റെ പ്രശ്നം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയേണ്ടി വരും. പിന്നെ വിസിബിലിറ്റി ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിനി ആണെന്നുള്ള തോന്നുന്നൊന്നുമില്ല. ആക്ച്വലി ഇത് മിനി അല്ല, ബട്ട് സ്റ്റിൽ നല്ല കമാൻഡിങ് പൊസിഷൻ തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ മുന്നിൽ പോകുന്ന വണ്ടിനേക്കാളും കുറച്ചും കൂടി അപ്പറായിട്ടാണ് ഞാൻ കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ റോഡ് വിസിബിലിറ്റിയും ആ ഒരു തലത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സീറ്റുകൾ വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡീനെ ആ ഒരു ടൈറ്റ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസ് എടുക്കുന്നതിനും പ്രശ്നമില്ല. പുഷ് ബാക്കൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ്. സോ സിറ്റിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ജെൻറ്റിലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു കിഡ്ലൻ സിറ്റി കാർ എന്ന് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിനെ പറയാം. പിന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് ഫാമിലി വെഹിക്കിളാണ്. ബാക്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലഗേജസ് കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിൽ ആളുകൾക്ക് വളരെ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇരിക്കാം. മെച്യൂർ ഫ്രണ്ട്ലി ബാക്ക് സീറ്റ് എന്ന് പറയാം. അതായത് നല്ല ലെഗ് റൂം ഉണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട്, വിശാലമായിട്ടിരിക്കാം, വിസിബിലിറ്റി വളരെ നല്ലതാണ്. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഫാമിലിനെ കംഫർട്ടബിളി കൊണ്ടുനടക്കാൻ പറ്റുന്ന എല്ലാ എലമെൻറ്റിനും ഇതകത്തുണ്ട്. ഒരു സാധാരണ മിനി ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പറയുന്നത് കൂപ്പർ എസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല ആളുകളും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള അവരുടെ രണ്ടാമത്തെ ഒരു വണ്ടിയായിട്ടാണ്. അതായത് വലിയ വെഹിക്കിളിലുള്ള ആളുകൾ അവരുടെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അല്ലാതെയും ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉപയോഗിക്കുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇതൊരു ഫസ്റ്റ് കാറായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൺട്രി മാനിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ഫസ്റ്റ് കാറായിട്ട് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ വണ്ടിയാണ്, സ്പേഷ്യസ് ആണ്. ഇത് ഒരു മിനിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു റെട്രോയിനെസ്സും ഒക്കെ നമുക്ക് ആസ്വദിക്കാനും പറ്റും. ആ ഒരു പ്രീമിയം ഫീല് BMW നിലനിർത്തിയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരുടെ ബക്കറ്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്താവുന്ന ഒരു വാഹനം തന്നെയാണ്. ഇപ്പോൾ ദാ പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രൈസ് കുറച്ച് ഇതിന് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സോ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട്, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അസംബിൾഡ് ഇൻ ഇന്ത്യ ആ ഒരു കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ലാഭം മീൻസ് വില കുറച്ച് നമുക്ക് കുറച്ചുകൂടി ലാഭവൽക്കരിച്ച് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പുതിയ മിനിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാനുള്ളത്. സോ മൊത്തത്തിൽ ഒരു അവലോകനം നടത്തുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് മിനി. എനിക്ക് തോന്നുന്നു ഓട്ടോമോട്ടീവ് മേഖലയിൽ ഒരുപാട് ഫാൻസുള്ള വാഹനങ്ങളിൽ അല്ലെങ്കിൽ ബ്രാൻഡുകളിൽ ഒന്നുകൂടിയാണ് മിനി. കാരണം നമ്മളിപ്പം ആദ്യമൊക്കെ മിനിൻ്റെ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ആ ഒരു മിനിൻ്റെ ഒരു ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എണ്ണയുടെ ഉപയോഗം കുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വണ്ടി അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ഇതിന് ഭയങ്കര ഫാൻസാണ്. അതിലൊരു ഘടകം മിസ്റ്റർ ബീൻ ഉണ്ട്. ഇപ്പോഴും അങ്ങനത്തെ ഒരു മിനിയൊക്കെ നല്ലൊരു മിനി റോട്ടിലൂടെ പോകുന്ന സമയത്ത് നോക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മിനി ഫാൻ ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.